നമസ്കാരം. ഈ ലോകകപ്പോടെ ലയണൽ മെസ്സി കളി നിർത്തുമെന്ന് കരുതിയവർക്ക് തെറ്റിയിരിക്കുകയാണ്. കേവലം 2 മത്സരങ്ങളിൽ നിന്ന് 5 ഗോളുകൾ നേടി ഗോൾഡൻ ബൂട്ട് റേസിൽ ഒന്നാമനെത്തിയ മെസ്സി 2030 ലോകകപ്പിനെ കുറിച്ച് മാധ്യമങ്ങളോട് പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ മെസ്സി ആരാധകർക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. ഓപ്റ്റ സൂപ്പർ കമ്പ്യൂട്ടർ പ്രവചനങ്ങൾ വരെ അർജന്റീനയ്ക്ക് അനുകൂലമായി മാറുമ്പോൾ മെസ്സിയുടെ ഈ പുതിയ നീക്കത്തിന് പിന്നിലെ ആഴത്തിലുള്ള വിശകലനങ്ങളിലേക്ക് കടക്കാം. വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. വടക്കേ അമേരിക്കൻ മണ്ണിൽ ഫിഫ ലോകകപ്പ് ആവേശം അതിന്റെ പല കോടിയിൽ നിൽക്കുമ്പോൾ കായിക ലോകം ഉറ്റുനോക്കുന്നത് ലയണൽ മെസ്സി എന്ന അർജന്റൈൻ ഇതിഹാസത്തിന്റെ വിസ്മയ പ്രകടനങ്ങളിലേക്കും അദ്ദേഹത്തിന്റെ കരിയറിലെ നിർണായകമായ ഭാവി തീരുമാനങ്ങളിലേക്കുമാണ്. നമ്മൾ 2022 ഖത്തർ ലോകകപ്പിൽ കണ്ടതാണ്. ആ ടൂർണമെന്റോടെ തന്നെ അത് ഒരുപക്ഷെ മെസ്സിയുടെ അവസാന ലോകകപ്പായിരിക്കുമെന്ന് വരെ ചർച്ചകൾ നീണ്ടിരുന്നു. മാത്രമല്ല മത്സരം, അതായത് കിരീട നേട്ടത്തിന് പിന്നാലെ തന്നെ മെസ്സി വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു. അതിനുശേഷം നാടകീയ സംഭവങ്ങൾക്കൊടുവിൽ മെസ്സി തന്റെ വിരമിക്കൽ പ്രഖ്യാപനം പിൻവലിക്കുകയായിരുന്നു. വീണ്ടും സജീവമായി തന്നെ കളത്തിലേക്ക് നിറയുകയും ചെയ്തു. സമാനമായ സ്ഥിതി തന്നെയാണ് ഇപ്പോൾ 2026 എത്തി നിൽക്കുമ്പോഴും ലോകകപ്പിലെത്തി നിൽക്കുമ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. മെസ്സി ഏകദേശം എല്ലാവരും പറയുന്നത് മെസ്സിയുടെ അവസാന ലോകകപ്പാണ് എന്നൊക്കെയാണ്. യഥാർത്ഥത്തിൽ ഇത് മെസ്സിയുടെ അവസാന ലോകകപ്പാണോ? അതാണ് അറിയേണ്ടത്. 39-ാം വയസ്സിലെ നിറവിലേക്ക് മെസ്സി കടന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് മെസ്സിയുടെ ഭാഗത്ത് നിന്ന് ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ മെസ്സി വിരമിക്കുമെന്ന് പലരും പ്രവചിച്ചിരുന്നത്. മെസ്സിയുടെ അവസാന ലോകകപ്പായിരിക്കും ഇതെന്ന് പറയപ്പെടുന്നതും. എന്നാൽ കായിക പ്രേമികളെ ആകെ ആവേശത്തിലാഴ്ത്തുന്ന വലിയൊരു സൂചനയാണ് ഇപ്പോൾ മെസ്സിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ ടൂർണമെന്റോടെ അന്താരാഷ്ട്ര മത്സരങ്ങൾ അവസാനിപ്പിക്കാൻ തനിക്ക് താല്പര്യമില്ല എന്നും ശാരീരിക ക്ഷമത അനുവദിക്കുകയാണെങ്കിൽ വരാനിരിക്കുന്ന 2030 ലോകകപ്പ് ടൂർണമെന്റ് കൂടി അർജന്റീനയുടെ നീലയും വെള്ളയും കലർന്ന ജേഴ്സിയിൽ താൻ കളത്തിലിറങ്ങി കളിച്ചേക്കുമെന്നുമാണ് താരം മാധ്യമങ്ങളോട് പറയാതെ പറഞ്ഞിരിക്കുന്നത്. ലോകകപ്പിന് ശേഷം മെസ്സി വിരമിക്കൽ പ്രഖ്യാപിക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായി നിലനിൽക്കെയാണ് മാധ്യമ പ്രതിനിധികളുടെ ചോദ്യത്തിന് തികച്ചും യാഥാർത്ഥ്യ ബോധത്തോടെയും എന്നാൽ പ്രത്യാശയോടെയും മെസ്സി മറുപടി നൽകിയിരിക്കുന്നത്. ഫിഫ ലോകകപ്പിന്റെ 100ാം വാർഷികം ആഘോഷിക്കുന്ന 2030 എഡിഷനിൽ അർജന്റീനയുടെ മണ്ണിലും ഒരു മത്സരം അരങ്ങേറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആരാധകരെ സംബന്ധിച്ച് വലിയൊരു വൈകാരിക നിമിഷം കൂടിയാകും അത്. തന്റെ ജന്മനാട്ടിലെ ആവേശഭരിതരായ കാണികൾക്ക് മുന്നിൽ ഒരിക്കൽ കൂടി ലോകകപ്പ് കളിക്കാനുള്ള സുവർണാവസരം കൺമുന്നിലുണ്ട് എങ്കിലും മെസ്സി ഇതിനെ തികച്ചും ശാന്തനായിട്ടാണ് വിലയിരുത്തുന്നത്. ഒരുപക്ഷെ അർജന്റീനയ്ക്കും ഇത് ആവശ്യമായിട്ട് ഉണ്ടാകും. കാരണം ഇപ്പോൾ അർജന്റീനയെ പിടിച്ചു നിർത്തുന്നത് തന്നെ സാക്ഷാൽ മെസ്സി തന്നെയാണ്. തങ്ങളുടെ രാജ്യത്തെ ഏറ്റവും പ്രിയപ്പെട്ടവന് ഒരു ലോകകപ്പ് മത്സരം കളിക്കാൻ അവസരം നൽകുക എന്നത് അർജന്റീൻ ടീമിന് വലിയ അനുഗ്രഹമായി തന്നെയായിരിക്കും ചിന്തിക്കുക. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ ദൂരെയുള്ള ഒന്നിനെക്കുറിച്ച് പ്രവചിക്കുക അസാധ്യമാണെന്നും ഓരോ ദിവസത്തെയും കായികക്ഷമതയെയും യാഥാർത്ഥ്യത്തെയും മുൻനിർത്തി മാത്രമേ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്നും മെസ്സി ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. എന്നാലും ഇതിലൂടെ വ്യക്തമാകുന്നത് ഇതിനെക്കുറിച്ച്, അതായത് വിരമിക്കലിനെ കുറിച്ച് നിലവിൽ തീരുമാനിച്ചിട്ടില്ല എന്നത് തന്നെയായിരിക്കും. താൻ ഇപ്പോൾ വരാനിരിക്കുന്ന ടൂർണമെന്റുകളെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നും നിലവിലുള്ള യാഥാർത്ഥ്യത്തിൽ ജീവിച്ച് ഓരോ നിമിഷവും ആസ്വദിക്കാനാണ് താൻ താല്പര്യപ്പെടുന്നത് എന്നും മെസ്സി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. മികച്ച ഫോമും കായികക്ഷമതയും നിലനിർത്താൻ സാധിക്കുന്നിടത്തോളം കാലം ടീമിലെ സഹതാരങ്ങളെ പിന്തുണയ്ക്കാനും അർജന്റീനയ്ക്കായി സജീവമായി തുടരാനും താൻ ആഗ്രഹിക്കുന്നുവെന്നാണ് ഇതിഹാസ താരം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് ആരാധകർക്ക് നൽകുന്ന ആശ്വാസം ചെറുതല്ല. അർജന്റീനയ്ക്കും കൃത്യമായ ബോധ്യമുണ്ട് തങ്ങളുടെ പ്രിയ താരം പോയി കഴിഞ്ഞാൽ ആ വിടവ് നികത്താൻ അടുത്തൊന്നും ഒരാളും എത്താൻ പോകുന്നില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഉള്ളിടത്തോളം കാലം മെസ്സിയെ കൂടെ കൂട്ടുക എന്നത് തന്നെയായിരിക്കും അർജന്റീന ടീമും ആഗ്രഹിക്കുക. നിലവിൽ അമേരിക്കയിൽ പുരോഗമിക്കുന്ന ലോകകപ്പിൽ അർജന്റീനയുടെ കുതിപ്പിന് പിന്നിലെ പ്രധാന ഇന്ധനം തന്നെ മെസ്സിയുടെ മാന്ത്രിക കളിമികവ് തന്നെയാണ്. ടൂർണമെന്റിൽ തങ്ങൾ പൂർത്തിയാക്കിയ ആദ്യ 2 ഗ്രൂപ്പ് മത്സരങ്ങളിൽ നിന്ന് മാത്രമായി 5 ഉജ്ജ്വല ഗോളുകളാണ് മെസ്സി സ്കോർ ചെയ്തിരിക്കുന്നത്. ഗ്രൂപ്പ് ജെയിലെ ആദ്യ മത്സരത്തിൽ അൾജീരിയക്കെതിരെ മിന്നും ഹാട്രിക് പ്രകടനം പുറത്തെടുത്ത മെസ്സി തൊട്ടടുത്ത മത്സരത്തിൽ ഓസ്ട്രിയക്കെതിരെ ഇരട്ട ഗോളുകൾ നേടിക്കൊണ്ടാണ് അർജന്റീനയ്ക്ക് ആധികാരികമായ വിജയങ്ങൾ സമ്മാനിച്ചിരിക്കുന്നത്. ഇതോടെ ടൂർണമെന്റിലെ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരത്തിനുള്ള ഗോൾഡൻ ബൂട്ട് പോരാട്ടത്തിൽ കീലിയൻ എംബാപ്പെ, എർലിംഗ് ഹാലൻഡ് എന്നിവരെ പിന്നിലാക്കി വളരെ വ്യക്തമായ മാർജിനിൽ 1ാം സ്ഥാനത്ത് തുടരുകയാണ് മെസ്സി. നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയ്ക്ക് ഇതിലും മികച്ചൊരു തുടക്കം ഈ ടൂർണമെന്റിൽ ഇനി സ്വപ്നം പോലും കാണാൻ സാധിക്കുകയില്ല. ഡാലസ് സ്റ്റേഡിയത്തിൽ ഓസ്ട്രിയക്കെതിരായി നടന്ന മത്സരത്തിൽ കൈവരിച്ച ചരിത്രപരമായ ഗോൾ നേട്ടത്തോടെ ലോകകപ്പ് ടൂർണമെന്റുകളുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരം എന്ന അതുല്യമായ റെക്കോർഡും മെസ്സി സ്വന്തം പേരിൽ കുറിച്ചു കഴിഞ്ഞു. ജർമ്മനിയുടെ എക്കാലത്തെയും മികച്ച സ്ട്രൈക്കറായ മിറോസ്ലാവ് ക്ലോസയുടെ 16 ഗോളുകളുടെയും വനിതാ ഫുട്ബോളിലെ ഇതിഹാസം മാർത്തയുടെ 17 ഗോളുകളുടെയും റെക്കോർഡുകളാണ് മെസ്സി ഈ ഒറ്റ മത്സരത്തോടെ പഴങ്കഥയാക്കിയത്.
ഫിഫ ലോകകപ്പുകളിലെ മെസ്സിയുടെ ആകെ ഗോളുകളുടെ എണ്ണം ഇതോടെ 18ലേക്കും എത്തിയിരിക്കുകയാണ്. ഇനി ഇതിലെ വിസ്മയകരമായ കാര്യം എന്തെന്നാൽ കഴിഞ്ഞ 2 ലോകകപ്പ് പതിപ്പുകളിൽ, അതായത് ഖത്തറിലും ഇപ്പോഴത്തെ 2026 പതിപ്പിലുമായി മാത്രം അദ്ദേഹം 12 ഗോളുകൾ അർജന്റീനയ്ക്കായി സ്കോർ ചെയ്തിട്ടുണ്ട് എന്നതാണ്. കൂടാതെ ലോകകപ്പിന്റെ 3 വ്യത്യസ്ത പതിപ്പുകളിൽ, അതായത് 2014, 2022, 2026 പതിപ്പുകളിൽ 4 അതിലധികമോ ഗോളുകൾ വീതം കൈവരിക്കുന്ന ചരിത്രത്തിലെ അപൂർവമായ ഫോർവേഡുകളുടെ എലൈറ്റ് നിരയിലേക്ക് മെസ്സി തന്റെ സ്ഥാനം ഭദ്രമാക്കി കഴിഞ്ഞു. തന്റെ 28ാമത് ലോകകപ്പ് മത്സരത്തിലാണ് മെസ്സി ഓസ്ട്രിയക്കെതിരെ ബൂട്ട് കെട്ടിയത്. ഇത് ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച പുരുഷ താരം എന്ന അദ്ദേഹത്തിന്റെ സ്വന്തം റെക്കോർഡിന്റെ ദൈർഘ്യം തന്നെ പഴങ്കഥയാക്കുകയും ചെയ്തിട്ടുണ്ട്. അർജന്റീനയുടെ കിരീട പ്രതിരോധ മുന്നേറ്റത്തിൽ ലയണൽ മെസ്സിയുടെ ഓരോ നീക്കവും ഏറെ നിർണായകമായ വഴിത്തിരിവാണ് സമ്മാനിക്കുന്നത്. ഗ്രൂപ്പ് ജെയിലെ ആദ്യ 2 മത്സരങ്ങളിലും ആധികാരികമായ ജയങ്ങൾ സ്വന്തമാക്കിയ അർജന്റീന നിലവിൽ ഗ്രൂപ്പ് പോയിന്റ് പട്ടികയിൽ 6 പോയിന്റോടെ തലപ്പത്ത് തന്നെ ഭദ്രമായി തുടരുകയാണ്. ഇതോടെ അടുത്ത ഘട്ടമായ റൗണ്ട് ഓഫ് 32ലേക്ക് യോഗ്യതയും ടീം ഇതിനോടകം തന്നെ സ്മൂത്തായി ഉറപ്പിച്ചു കഴിഞ്ഞു. ഒപ്റ്റയുടെ, അതായത് അത്യാധുനിക സൂപ്പർ കമ്പ്യൂട്ടർ പ്രവചനങ്ങളുടെ വിശകലനം അനുസരിച്ച് ഇത്തവണയും ലോകകപ്പ് വീണ്ടും സ്വന്തമാക്കാൻ പോകുന്നത് അർജന്റീന തന്നെയാണെന്നാണ് പറയപ്പെടുന്നത്. നിലവിലെ ജേതാക്കളായ അർജന്റീനയ്ക്ക് കിരീടം വീണ്ടും തങ്ങളുടെ നാട്ടിലേക്ക് എത്തിക്കാൻ 15.5% ഉയർന്ന സാധ്യതയാണ് കൽപ്പിക്കപ്പെടുന്നത്. മികച്ച ശാരീരികക്ഷമതയോടെ മെസ്സി നയിക്കുന്ന ഈ മുന്നേറ്റം അർജന്റീനയ്ക്ക് 3ാം ലോക കിരീടത്തിലേക്ക് വഴിയൊരുക്കുമെന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് കായികം. എന്തായാലും തന്നെ ശരീരവും മനസ്സും അനുവദിക്കുന്നോളം കാലം മെസ്സിയെ തടഞ്ഞു നിർത്താൻ ഒരു ടീമിനും സാധിക്കില്ല. മാത്രമല്ല, മെസ്സിയോട് പുറത്തു പോകാൻ എന്തായാലും ടീം, അതായത് അർജന്റീൻ ടീം പറയില്ല എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ മെസ്സിക്ക് ഇഷ്ടമുള്ള കാലത്തോളം അർജന്റീൻ ടീമിൽ തന്നെ തുടരാൻ തന്നെയായിരിക്കും താല്പര്യം. അതുതന്നെയാണ് ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് മെസ്സി ഫാൻസും ആഗ്രഹിക്കുന്നത്. മെസ്സി പോയാൽ അർജന്റീനയുടെ വലം കൈ പോയതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ തനിക്ക് പറ്റുന്നിടത്തോളം കാലം വരെ മെസ്സി ഈ കളത്തിൽ ഉണ്ടാകുമെന്ന് ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു.